കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. നിങ്ങൾ യാതൊരു കാരണവശാലും തളികയെ നിങ്ങൾ ഖുബ്സ് കൊണ്ട് വടിക്കരുത്. നിങ്ങൾ പ്ലേറ്റിനെ നിങ്ങൾ ഒരിക്കലും റൊട്ടി കൊണ്ട് വടിക്കരുത്. നിങ്ങൾ എന്തോ വടിക്കാം, നിങ്ങളെ വിരലോണ്ട് വടിക്കാം, എന്തുകൊണ്ട് വടിക്കരുത്? അതായത് ഒരു പത്തിരെടുത്തിട്ട് എന്ത് ചെയ്യാം, ആകെ ഇങ്ങോട്ട് പാത്രം കഴുകുക, ഇങ്ങനെ വടിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾക്ക് അടിച്ചു വരാനുള്ള സാധനമല്ല, അത് അല്ലാഹു ബഹുമാനിച്ച സാധന. മൻ അഹാനഹു അഹാനഹുല്ലാഹ്. ഈ സാധനത്തെ, ധാന്യഭക്ഷണത്തെ ആരെങ്കിലും നിന്ദിച്ചാൽ അവനെ അള്ളാഹു നിന്ദിക്കും. എഴുതിച്ചോ, ഹദീസ് ഭയങ്കരമാണ്. തുടക്ക ഭാഗം എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ ഒടുക്ക ഭാഗം മാത്രമേ നിങ്ങളുടെ ഹദീസാണ്. ആദ്യ ഭാഗം എഴുതിയിട്ടുണ്ടാവുമല്ലേ? എഴുതിയില്ലേ? എഴുതിയില്ലേ? ഒന്ന് അക്രിമുൽ ഖുബ്സ, നിങ്ങൾ ഖുബ്സിനെ ബഹുമാനിക്കുക. ധാന്യഭക്ഷണം എന്നാണ് ഇവിടെ ഖുബ്സിന്റെ അർത്ഥം. ചോറാകാം, ഖുബ്സാകാം, പത്തിരിയാകാം, എന്തോ ആകാം, അതിനേക്കാൾ ബഹുമാനിക്കണം. പിന്നെ ഫഇന്നല്ലാഹ സഖറ ലഹു ബറകാത്തി സമാവാതി വൽ അർദി വൽ ഹദീദ വൽ ബഖറ വബിൽ ആദം വലാ തസ്ദനുൽ ഖസഅത ലാ തസ്ദനുൽ ഖസഅത ലാ തസ്ദനുൽ ഖസഅത. സദാനത്ത് അടിച്ചു വരിക. ലാ തസ്ദനുൽ ഖസഅത ബിൽ ഖുബ്സി. നിങ്ങൾ ഈ ഭക്ഷണ പദാർത്ഥം കൊണ്ട് ഒരിക്കലും നിങ്ങൾ പ്ലേറ്റിനെ വൃത്തിയാക്കരുത്. ലാ തസ്ദനുൽ ഖസഅത ബിൽ ഖുബ്സി ഫഇന്നഹു മാ അഹാനഹു മാ അഹാനഹു ഖൗമുൻ ഇല്ല ബതലാഹുമുല്ലാഹു ബിൽ ജുഇ. ധാന്യഭക്ഷണത്തെ ബഹുമാനിക്കുന്ന ഏത് ജനതയും അള്ളാഹു പിന്നീട് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. ഫഇന്നഹു മാ അഹാനഹു ഖൗമുൻ മാ അഹാനഹു ഖൗമുൻ ഇല്ലാ ഇബ്തലാഹുമുല്ലാഹു ബിൽ ജുഇ. ഏത് ജനത ഈ ധാന്യത്താൽ ഉണ്ടാക്കുന്ന ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളെ ആര് നിസ്സാരവൽക്കരിച്ചാലും ഇബ്തലാഹും, പിന്നീട് ആ ജനതയെ അള്ളാഹു പരീക്ഷിക്കും. ബിൽ ജുഇ, വിശപ്പുണ്ട്. പട്ടിണി ഇറക്കേണ്ടി വരും. എന്റെ ഉമ്മ എന്നോട് നൂറുകണക്കിന് തവണ പറഞ്ഞ ഒരു കഥയുണ്ട്. വലിയൊരു ധനാഢ്യന്റെ ഭാര്യ ഞങ്ങളുടെ നാട്ടിൽ തെണ്ടി നടന്നിരുന്നത് ഉമ്മ കണ്ടത്. ആ സ്ത്രീയെ ഞാനും കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. ഉമ്മ ഒരുപാട് തവണ പറഞ്ഞിരുന്നു, കാഷ്ടിച്ച കുട്ടിയുടെ കാഷ്ടം വാരാന് ഉണ്ടായത് 10 എടുത്ത്. ആ സ്ത്രീ വീട്ടിലേക്ക് എന്താ പറയാ, ഈ സ്ത്രീ വീട്ടിലേക്ക് ഭിക്ഷ യാചിച്ചു വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല സ്ത്രീകളും ഉണ്ടായിരിക്കും. അത് എനിക്ക് ആ ഉമ്മ അത് കാണിച്ചിട്ടുണ്ട്. ഇത് ഈ സംഭവം ഭിക്ഷ യാചിച്ചു മരിച്ചുപോയി. അള്ളാഹു തആല കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അള്ളാഹു തീർച്ചയായും കാര്യം മാ അഹാനഹു ഖൗമുൻ. ഒരു ജനതയും ഈ ധാന്യഭക്ഷണങ്ങളെ നിസ്സാരവൽക്കരിക്കുകയില്ല. ഇല്ല ബതലാഹുമുല്ലാഹു ബിൽ ജുഇ. പിന്നീട് അള്ളാഹു അവരെ വിശപ്പ് കൊണ്ട് പരീക്ഷിച്ചിട്ടല്ലാതെ. അതായത് ആര് ഈ ഭക്ഷണ പദാർത്ഥങ്ങളെ നിസ്സാരവൽക്കരിച്ചാലും പിന്നെ അള്ളാഹു തആല അവരെ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് വേണം. എല്ലാം ഇരുമ്പിനെ അള്ളാഹു തആല പടച്ചത് തന്നെ ഈ കൃഷിക്ക് സംവിധാനം ഒരുക്കാൻ വേണ്ടിയാണ്. ഹദീദ്, ഇരുമ്പ്, മനസ്സിലായില്ലേ? ഇരുമ്പിനെ അള്ളാഹു തആല പടച്ചത് കൃഷിക്ക് സംവിധാനം ഒരുക്കാൻ വേണ്ടിയാണ്. അപ്പോ ഈ ധാന്യത്തിന് അള്ളാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്ത ലോഹമാണ് ഏത്? ഇരുമ്പ്. എല്ലാം അതിന്റെ കീഴാളന്മാരാണ്. നിങ്ങൾ തിന്ന പ്ലേറ്റ് പോലും എന്ത് ചെയ്യരുത്, ഈ ഖുബ്സ് കൊണ്ട് പത്തിരി കൊണ്ടോ ചോറ് കൊണ്ടോ എന്താക്കരുത്, വടിക്കരുത്. അത് ശരിക്കും എടുത്ത് തിന്നോ, എന്നിട്ട് ബാക്കി എന്ത് ചെയ്തോ, വെല്ലോണ്ട് വടിച്ചിട്ട് വിരലിയും ഊമ്പിക്കോ, എന്ത് ചെയ്യരുത്. മനസ്സിലായില്ലേ പറഞ്ഞത്? അവസാനം ഒരു പത്തിരം എടുത്തിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായല്ലോ, അങ്ങനെ ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ തീർച്ചയായും കാര്യം മാ അഹാനഹു ഖൗമുൻ, ഒരു ജനതയും
ഈ ഭക്ഷണ പദാർത്ഥത്തെ, ഈ ധാന്യ ഭക്ഷണ പദാർത്ഥത്തെ ഒരു ജനതയും നിന്ദിച്ചിട്ടില്ല. പിന്നീട് അല്ലാഹു അവരെ വിശപ്പ് കൊണ്ട് പരീക്ഷിച്ചിട്ടല്ലാതെ ഉണ്ടാവുകയില്ല എന്ന് പുണ്യ റസൂൽ